ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വന്നിട്ടുള്ളത് KV100 മോഡലാണ് വണ്ടി. ഇതിൻ്റെ ABS മോഡുകൾ കംപ്ലൈൻ്റ് ആണ്. അതിപ്പം കസ്റ്റമർ തന്നെ ഒരു യൂസ്ഡ് പാർട്സ് കൊണ്ടുവന്ന് നമ്മൾ കസ്റ്റമർ അത് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. കസ്റ്റമറുടെ പ്രശ്നം പിന്നെയും വാർണിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ഡയഗ്നോസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും യൂസ്ഡ് പാർട്സ് ആയതുകൊണ്ട് ആ വാങ്ങിയ വണ്ടിയുടെ വിൻ നമ്പർ ഇതിനകത്ത് റൈറ്റായി നിൽക്കുന്നതുകൊണ്ട് അത് വീണ്ടും വിൻ നമ്പർ മിസ്മാച്ച് എന്നൊരു കോഡ് വന്നിട്ട് ABS മോഡുകൾ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വാർണിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നത്. അതിപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പം കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ വണ്ടിയിലിരുന്ന ഒറിജിനൽ ABS മോഡുകൾ. അപ്പം കസ്റ്റമർ വന്നിട്ട് യൂസ്ഡ് മോഡുകൾ വേറെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചേസ് നമ്പർ കാണാം. ഇതിൻ്റെ ചേസ് നമ്പറിൻ്റെ അവസാനം വന്നിട്ട് 038 എന്നുള്ളതാണ്, 6 എന്നുള്ളതാണ്. വണ്ടിയുടെ ഒറിജിനൽ ചേസ് നമ്പർ വേറെയാണ്. അത് നമുക്ക് സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ഇഷ്യൂ. ABS ലൈറ്റ് വീണ്ടും വരുന്നുണ്ട്. ഇപ്പം നമ്മളിത് പ്രോഗ്രാംഡ് അല്ല, നമ്മളിത് കാണിച്ചു തരാം. ഇതാണ് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ABS മോഡുകൾ കമ്മ്യൂണിക്കേഷൻ ആകത്തില്ല എന്നുള്ളതായിരുന്നു വണ്ടിയുടെ പഴയ മോഡുകളുടെ പ്രശ്നം. പുതിയ മോഡുകൾ ഇപ്പം നമ്മളിട്ടു, കമ്മ്യൂണിക്കേഷൻ ആയിട്ടുണ്ട്. പഴയ കോഡെല്ലാം നമ്മുടെ ഹിസ്റ്ററിയിലോട്ട് പോയിട്ടുണ്ട്. പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിസ്മാച്ച് എറർ. രണ്ട് വണ്ടിയുടെ, അതായത് യൂസ്ഡ് മോഡ്യൂൾ ആയതുകൊണ്ട് വണ്ടിയുടെ പവർ വിൻഡോയുടെ ABS മോഡുകളിലെ പഴയ വിന്നും പുതിയ വിന്നും തമ്മിൽ മാച്ച് അല്ല എന്നുള്ളതാണ് ഈ കോഡ്. ഇത് നമുക്കിപ്പോൾ പരിഹരിക്കാം. നമ്മളിപ്പം പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മുടെ വിൻ നമ്പർ നമുക്ക് കാണാം. 117 ലാസ്റ്റ് വരുന്ന വിൻ നമ്പറാണ് വണ്ടിയിലുള്ളത്. നമ്മൾ വെച്ചിരുന്ന മൊഡ്യൂൾ വിൻ നമ്പറിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ABS വന്നിട്ട് പ്രോഗ്രാം ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നേരത്തെ ഉണ്ടായിരുന്ന ഫോൾട്ട് കോഡ് വന്നിട്ട് വിൻ മിസ്മാച്ച് എന്നുള്ളത് വന്നിട്ട് കറണ്ടിലായിരുന്നു. ഇതേപോലെ കറണ്ട് എന്നുള്ള ഇതിലായിരുന്നു കിടന്നിരുന്നത്. ഇപ്പോൾ അത് മാറി അതേഴ്സിലായിട്ട് ഹീൽഡ് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ പ്രശ്നവും സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ABS ലൈറ്റ് വന്നിട്ട് നമുക്ക് ഡിസേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇത് ഇൻഫോർമേറ്റീവായിട്ടൊരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി.